നമുക്ക് പെട്ടെന്നൊരു സാധനം ഉണ്ടാക്കാവേ. എന്തുവാണെന്നറിയാമോ? നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തേങ്ങയും ജീരകവും ചുമന്നുള്ളിയോ സവോളയോ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വെക്കുക. അരഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചതച്ചെടുത്താൽ മാത്രം മതിയേ. എന്നിട്ട് നേരെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് കരിഞ്ജീരകം ഉണ്ടെങ്കിൽ മാത്രം ഇടുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് അതിനുശേഷം നേരെ നമുക്ക് അരിപ്പൊടിയും കൂടെ ചേർക്കാം. ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1.25 ഗ്ലാസോളം അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീയൊക്കെ കുറച്ച് വെക്കാം. തീയൊക്കെ കുറച്ച് വെക്കുമല്ല, തീ നിർത്തി വെക്കുക. തീ നിർത്തി വെച്ചിട്ട് നേരെ ഒന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നേരെ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തൂവിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. മിക്സ് ചെയ്തിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ. വേണമെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടി ഗോതമ്പൊടിയോ ഏതെങ്കിലും ഒന്നൊന്ന് തൂകിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തുക. ഷേപ്പൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യുകയേ വേണ്ട. നമ്മളതിനെ റൗണ്ട് ഷേപ്പാക്കി ഓൾറെഡി എടുക്കുന്നുണ്ട്. അത്യാവശ്യം തിക്കായിട്ട് വേണം ഇതിങ്ങനെ വട്ടത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട്. തിന്നായി പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ അങ്ങ് പരത്തി അളിയനെ അങ്ങ് വിട്ടേക്കരുത് കേട്ടോ. അപ്പം എന്നിട്ട് നേരെ ഇതുപോലെ അങ്ങ് എണ്ണയ്ക്കകത്ത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ചട്ടിപ്പത്തിരി കേട്ടോ. ഇങ്ങനെ എണ്ണയൊന്ന് തൂവി തൂവി കൊടുത്ത് അതായത് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഉള്ളിൽ നന്നായിട്ട് വേകുകയും ചെയ്യും, പുറം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം റിസൾട്ട് എന്താണെന്ന് പറയണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ.